ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ല പഴുത്ത മാമ്പഴക്കറിയാണ്. പഴുത്ത മാങ്ങ ഇപ്പോൾ ധാരാളമുള്ള സീസണാണല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് നല്ല മാമ്പഴക്കറി അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. ചെറിയ നല്ല പഴുത്ത മാങ്ങയാണ് ഇതിന് നല്ലത്. കറി ഉണ്ടാക്കുമ്പോൾ നല്ല പഴുത്ത ചെറിയ മാങ്ങ നോക്കി തന്നെ എടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചെത്തി ഒഴിവാക്കിയിട്ട് നമുക്ക് കൈകൊണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. ഇതുപോലെ ഞാനെല്ലാം ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി എടുത്തിട്ട് ആ കടായിലോട്ട് ഇട്ട് നമുക്കൊന്ന് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതുപോലെ ഒന്ന് കടായിലേക്ക് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് കുറച്ച് ശർക്കരയും ചെറിയൊരു കഷ്ണം ശർക്കരയും ചേർത്ത് കുറച്ച് 2 പച്ചമുളകും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ ശർക്കര ചേർക്കുന്നത് ഒന്ന് കുറഞ്ഞൊരു മധുരം ബാലൻസും മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് അടുപ്പിൽ വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. നന്നായിട്ട് വെന്ത് വരട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് ഇതുപോലെ തേങ്ങ ഒന്ന് പൊടിച്ചെടുത്ത് ജീരകം എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അപ്പോഴൊക്കെ നമുക്ക് മാങ്ങ ഒന്ന് വേവിക്കാൻ വെച്ച മാങ്ങ ഒന്ന് തുറന്ന് നോക്കാം. ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. എന്നിട്ട് ഈ അരപ്പ് ഇതിലേക്ക് അരച്ച് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് നല്ലോണം ഇളക്കിയിട്ട് ഒരു തിള വരുന്നത് വരെ നമുക്കൊന്ന് ഇതൊന്ന് കത്തിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കടുക് താളിച്ചെടുക്കുക. കടുക് താളിച്ച് അടിപൊളി രുചിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ്. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഇത് അടിപൊളി ഇതുപോലത്തെ മാമ്പഴക്കറി ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ.